ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഗമനകാലത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെ കൊണ്ടാടുവാൻ കേവലം 2 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിൽ ശേഷിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 86:12. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ച് അനുദിനം മുൻപിലേക്ക് യാത്ര തുടരുമ്പോഴും പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം നമുക്കുണ്ടോ? ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തി ആത്മാർത്ഥമായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയം ദൈവികമായ ആനന്ദത്താൽ നിറയുകയും ചെയ്യും. വിനയത്തിൻ്റെയും എളിമയുടെയും ഭാവത്തിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം ദൈവേഷ്ടത്തിന് മുമ്പിൽ സമർപ്പിച്ചവളാണ് കന്യക മറിയാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:45. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവവിളിയെയും വാഗ്ദത്തങ്ങളെയും സംശയിക്കാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാണ്. മറിയെ ഭാഗ്യവതിയെന്ന് എലിസബത്ത് വിളിക്കുന്നതിൻ്റെ കാരണവും ഇവിടെ വ്യക്തമാണ്. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. സെക്കരിയാവ് യോഹന്നാന്റെ ജനനത്തിങ്കൽ സംശയിച്ചു. അവന് സംസാരശേഷി നഷ്ടപ്പെട്ടു. എന്നാൽ മറിയയോട് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ സംശയിച്ചില്ല. ആയതിനാൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന പേരിന് അർഹയായി. ദൈവിക നിയോഗങ്ങളെ ചോദ്യം ചെയ്യാതെ ഏറ്റെടുക്കുമ്പോഴാണ് നാമും ഭാഗ്യവാന്മാരായി തീരുന്നത്. നോഹയുടെ കാലത്തും നാം ഇതുതന്നെയാണ് കാണുന്നത്. ദൈവ ഇഷ്ടമെന്ന് വ്യക്തമായതിനെ സംശയിക്കരുത്. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരങ്ങൾ കുറുകിയിട്ടുമില്ല. ഈ നോമ്പ് കാലത്ത് സ്വയം വിലയിരുത്താം. എൻ്റെ ജീവിതത്തിൽ എപ്രകാരം ദൈവബന്ധം ഞാൻ നിലനിർത്തുന്നു? Am I truly a child of God? Am I bearing fruit for Him? Am I a disciple shaped by God's purpose? If not yet, Lord, prepare me for become a pure reflection of you. Amen. Wishing you all a Merry Christmas and a Happy New Year.